നവകേരള ബസ് വീണ്ടും പൊളിച്ചു പണിയുന്നു. പാൻട്രി ഉൾപ്പെടെ പൊളിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ്. KSRTCക്ക് കൈമാറിയ നവകേരള ബസ് വീണ്ടും പൊളിച്ചു പണിയുന്നു. ബസ്സിലെ പാൻട്രി ഉൾപ്പെടെയുള്ള അധിക സൗകര്യങ്ങൾ ഒഴിവാക്കി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് പൊളിക്കുന്നത്. കൂടാതെ ബസ്സിലെ ടോയ്ലറ്റിനും മാറ്റമുണ്ടാകും. 64 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസിന്റെ ബോഡിയും ഉൾഭാഗവും നിർമ്മിച്ചത്. ഇതാണ് വീണ്ടും പൊളിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ്. 64 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസിന്റെ ബോഡിയിൽ ഉൾഭാഗത്തിന് വീണ്ടും മാറ്റം വരുത്തുകയാണ്. ബസിന്റെ സൗകര്യങ്ങൾ കുറച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയത്. ബസിന്റെ പിറകിലുള്ള പാൻട്രിക്ക് പുറമെ വാഷേറിയ പൊളിച്ചു മാറ്റും. ടോയ്ലറ്റിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഒഴിവാക്കി ഇന്ത്യൻ ക്ലോസറ്റ് ആക്കും. യൂറോപ്യൻ ക്ലോസറ്റ് യാത്രക്കാർ വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല എന്നതാണ് വിശദീകരണം. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 25 സീറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് 30-ൽ കൂടുതൽ സീറ്റാക്കി മാറ്റും. സീറ്റിന്റെ പ്ലാറ്റ്ഫോമും മാറ്റും. കുറഞ്ഞ സീറ്റിൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ബസ് ഓടിച്ചിട്ടും ലാഭകരമല്ലെന്നാണ് KSRTCയുടെ വിശദീകരണം. പൊളിച്ചു പണിയുന്നതും നേരത്തെ ബസിന്റെ ബോഡി നിർമ്മിച്ച MS കണ്ണപ്പ എന്ന അതേ കമ്പനി തന്നെയാണ്. ബസിന്റെ ആകെ വിലയായ 1.5 കോടി രൂപയിൽ 64 ലക്ഷവും ബോഡിയും ഉൾഭാഗവും നിർമ്മിക്കാനാണ് ചെലവഴിച്ചത്.